രമ്യയെ ഹോസ്റ്റലിൽ നിന്നും വാടക വീട്ടിലെത്തിക്കാനുള്ള മനോജിന്റെ നീക്കങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട്. കാരണം വീട് വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ വീട്ടിലെ ചിലവും വാടക പൈസയുമൊക്കെ രമ്യയുടെ ജോലിയിൽ നിന്നും കൊടുക്കാൻ പറ്റും. തനിക്ക് പ്രത്യേകിച്ചൊരു ജോലിയും ഇതുവരെ ആയിട്ടില്ല, പോകാനൊട്ട് താല്പര്യവുമില്ല. രമ്യയുടെ ചെലവിൽ കഴിഞ്ഞു പോകാം. കുറച്ച് നാൾ അച്ഛന് വയ്യാത്തത് കൊണ്ട് വീട്ടിൽ ചെന്ന് നിന്ന് അവരുടെ പൈസ കൊണ്ട് കഴിഞ്ഞു പോയി. അപ്പോൾ അച്ഛന് സുഖമായപ്പോൾ അമ്മയും അച്ഛനും ജോലിക്ക് പോകാൻ നിർബന്ധിക്കുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ സുഹൃത്തുക്കളും അടുപ്പിക്കുന്നില്ല. ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും താൻ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഇനി രമ്യ തന്നെ ശരണം. അവൾക്ക് ചില മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തു. ജോലിക്ക് പോകാം, ഉടനെ ജോലി ശരിയായി, നല്ല സാലറി ഉണ്ടെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവൾ അതിൽ വീണെന്നാണ് തോന്നുന്നത്. പിന്നെ എന്നെ സ്വീകരിക്കാതിരിക്കാൻ അവൾക്ക് പറ്റുകയുമില്ല. അവൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇപ്പോൾ അവളെ എല്ലാവർക്കും വലിയ കാര്യമാണ്. അവളുടെ കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല. ആ കാര്യങ്ങളൊക്കെ താൻ പറഞ്ഞാൽ അവരെല്ലാം അവളിൽ നിന്നും അകലും. അതും ഒരു കാര്യമാണ്. അത് പറഞ്ഞതിന് ശേഷം അവൾ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അത് പറഞ്ഞ് ഇനി കുറച്ച് നാൾ മുമ്പോട്ട് കൊണ്ടുപോകാം. അവൾ തൻ്റെ വരുതിക്ക് വരും. അവനൊരു ആത്മവിശ്വാസം തോന്നി. അങ്ങനെ വീട് വാടകയ്ക്ക് എടുക്കാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വീട് തന്നെയാണ് നോക്കുന്നത്. രമ്യ വാടക കൊടുത്തോളുമല്ലോ, പിന്നെ ഇത്തിരി വലിയ വീടായാലും പ്രശ്നമില്ല. അങ്ങനെ രമ്യയ്ക്കും മനോജിനുമുള്ള വാടക വീട് മനോജ് തപ്പി നടക്കുന്ന സമയത്ത് മറുഭാഗത്ത് രവി 50 ലക്ഷത്തിൻ്റെ ഒരു പുതിയ വീട് വാങ്ങിച്ചു, കാറ് വാങ്ങിച്ചു. പിന്നെ രമ്യയുടെ അച്ഛനും അമ്മയും ഇപ്പോൾ രവിയോടൊപ്പമാണ്. ആ വീട് വാടകയ്ക്ക് കൊടുത്തു. രവിയുടെ അമ്മയും അച്ഛനും പണ്ടേ രവിയോട് അടുപ്പമില്ല. ഇപ്പോൾ മോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് രമ്യയുടെ അമ്മയും അച്ഛനുമാണ്. കൂടാതെ ഒരു സെർവൻറ്റുമുണ്ട്. രവിയുടെ കല്യാണ കാര്യങ്ങൾ ഇങ്ങനെ തകൃതിയായിട്ട് നോക്കുന്നുണ്ട്. എത്ര നാളെന്ന് വെച്ചിട്ടാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. അത് രമ്യയുടെ അമ്മയും അച്ഛനും ആണ് നിർബന്ധം. അവനൊരു കല്യാണം കഴിച്ച് കാണണമെന്നുള്ളത്. തങ്ങളുടെ കണ്ണടയുന്നതിന് മുന്നേ ഒരു കല്യാണം കഴിച്ച് കാണണം. തങ്ങളുടെ മകൾ കാരണം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് അവൻ ജീവിക്കുന്നത്. അവൻ്റെ കൊച്ചിന് വേണ്ടിയിട്ട് ഇത്രയും കാലം ജീവിച്ചു. ഇനി അവന് വേണ്ടിയിട്ട് അവൻ കുറച്ചുനാൾ ജീവിക്കണം. ഇതായിരുന്നു ആ അമ്മയുടെയും അച്ഛൻ്റെയും ആഗ്രഹം. ഓഫീസിലെ പെൺകുട്ടിയുടെ കാര്യം രവിയുടെ സുഹൃത്തുക്കൾ വീട്ടിൽ വന്നപ്പോൾ അമ്മയോടും അച്ഛനോടും പറഞ്ഞത് അവർക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാനാണ് നിർബന്ധിക്കുന്നത്. ആ പെൺകുട്ടിക്കും ഇഷ്ടമാണ്, പക്ഷേ രവിയാണ് അടുക്കാത്തത്. അമ്മയും അച്ഛനും ഇടയ്ക്കൊക്കെ രവിയോട് പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. മോനെ, പോയവർ പോയില്ലേ, മകൻ ഇത്രയും വയസ്സുമായി, ഇനി നീ നിൻ്റെ ജീവിതം നോക്കണം. അവനെ ഞങ്ങളുണ്ടല്ലോ നോക്കാൻ, പിന്നെ നീയുമുണ്ട്. അതുകൊണ്ട് നീ ഒരു കല്യാണം കഴിക്കണം. നിന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ നീ കല്യാണം കഴിക്കണം. ഒരിക്കലും നമ്മൾ സ്നേഹം തേടി അങ്ങോട്ട് പോകരുത്. നമ്മളെ സ്നേഹിക്കുന്നവരെ വേണം നമ്മൾ പരിഗണിക്കാനും സ്നേഹിക്കാനും. ആ പെൺകുട്ടിക്ക് നിന്നെ ഇഷ്ടമാണല്ലോ. സുഹൃത്തുക്കളെല്ലാം പറയുന്നു ആ പെൺകുട്ടിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. പിന്നെ നീ എന്താണ് ഒഴിവാക്കുന്നത്? ഞങ്ങൾ എന്തായാലും ആ കല്യാണം നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. രമ്യയുടെ അമ്മയും അച്ഛനും രവിയോട് പറഞ്ഞു. അമ്മ, അത് ഇപ്പോൾ വേണ്ട, അത് ശരിയാവത്തില്ല, കുറച്ചും കൂടെ കഴിയട്ടെ അച്ഛാ, വേണ്ട. അവൻ പറഞ്ഞു. ഇനി എന്ന് കുറച്ചും കൂടെ കഴിയാനാണ്? അടുത്ത ഞായറാഴ്ച ഞങ്ങൾ അങ്ങോട്ട് ചെല്ലാമെന്ന് ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. സൗമ്യ എന്നാണ് പെൺകുട്ടിയുടെ പേര്. നല്ല പെൺകുട്ടി, നല്ല അടക്കവും ഒതുക്കവുമുള്ള പെൺകുട്ടി. സംസാരവും അതേപോലെ. അത് നന്നായി തന്നെ ജീവിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ആദ്യ ജീവിതം അതിൻ്റെ പരാജയമായിരുന്നു. അതിൻ്റെ ദുഃഖങ്ങളെല്ലാം അത് ഒരുവിധം അനുഭവിച്ച് തീർത്ത് ഇപ്പോൾ വേറൊരു ലൈഫിലേക്ക് മനസ്സ് പാകപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അവൾക്ക് വേറൊരാളുടെ വേദനയെ മനസ്സിലാക്കാൻ സാധിക്കും, അമ്മയും അച്ഛനും പറഞ്ഞു. അങ്ങനെ ഞായറാഴ്ച ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകാൻ ഇവർ തീരുമാനിക്കുന്നു. അതിനുശേഷം രവി ഓഫീസിൽ ചെല്ലുമ്പോഴെല്ലാം കൂട്ടുകാർ കൂടുതൽ കളിയാക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ കല്യാണമൊക്കെ ഉറപ്പിക്കാൻ പോവുകയാണല്ലോ എന്നുള്ള രീതിയിൽ ആ പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇവനെ നോക്കാറും ശ്രദ്ധിക്കാറുമൊക്കെ ഉണ്ട്. ഒരു കള്ളച്ചിരിയുമുണ്ട്. ഒരു ദിവസം രവി ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ആ പെൺകുട്ടിയും ഒരുമിച്ചിറങ്ങി. അവൾക്ക് ബസ്സിലാണ് പോകേണ്ടത്. അവൾ പോകുന്ന ബസ് കഴിഞ്ഞു. ഇന്ന് ഇത്തിരി ലേറ്റായി ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ. കുറച്ചധികം വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. രവി പറഞ്ഞു, വേണമെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അവൻ്റെ ആ വർത്തമാനം കേട്ടപ്പോൾ അവൾക്ക് ഉള്ളിൽ ചിരി വന്നു. വേണമെങ്കിൽ, ഇതൊക്കെ ഞാൻ മാറ്റിയെടുക്കും, അവൾ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ സൗമ്യ രവിയുടെ കാറിൻ്റെ ബാക്ക് സീറ്റിൽ കയറി. അങ്ങനെ കാറ് സാവധാനം സൗമ്യയുടെ വീട്ടിലേക്ക് നീങ്ങി. സൗമ്യയുടെ വീടിൻ്റെ ഭാഗത്തായിട്ട് കാർ നിർത്തി സൗമ്യ ഇറങ്ങി. സൗമ്യ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകുമോ? അവൻ പറഞ്ഞു, വേണ്ട, പിന്നൊരു ദിവസമാവട്ടെ, സന്ധ്യയായല്ലോ, അതൊന്നും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകൂ. അവളുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ രവി ഇറങ്ങി. രവിയും സൗമ്യയും കൂടി സൗമ്യയുടെ വീട്ടിലേക്ക് ചെന്നു. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ അമ്മ വന്ന് കതവ് തുറന്നു. മമ്മി, ഇതാണ് രവി.
അവൾ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. മമ്മിയുടെ മുഖത്ത് ഒരു കള്ളച്ചിരി. ആഹാ, ഇന്ന് രവിയാണോ മോളെ കൊണ്ടാക്കിയത്? ഒരു ദിവസം രവിയുടെ വീട്ടിലോട്ട് ഞങ്ങളെല്ലാവരും കൂടി വരുന്നുണ്ട്, അമ്മ പറഞ്ഞു. അതിനെന്തോ ഒരു അർത്ഥമില്ലേ എന്ന് രവിക്ക് തോന്നി. രവി, ഞാൻ പോകട്ടെ അമ്മ, സമയം കുറേ ആയി. ഇവിടെ വരെ വന്നിട്ട് ഒന്ന് കയറാതെ പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. അകത്തേക്ക് കയറി വരൂ, അമ്മ നിർബന്ധിച്ചു. അവസാനം ഷൂ ഊരിയിട്ട് രവി അകത്തേക്ക് കയറി. സൗമ്യയും രവിയും അകത്തേക്ക് കയറി. അമ്മ അടുക്കളയിലേക്ക് പോയി. അമ്മ അച്ഛനെ നീട്ടി വിളിക്കുന്നത് കേട്ടു. അച്ഛൻ മുകളിൽ നിന്ന് താഴേക്ക് വന്നു. അമ്മ പെട്ടെന്ന് തന്നെ രവിക്ക് ചായയും പലഹാരങ്ങളും എടുത്തു. രവി അവിടെ ഇരിക്കുകയായിരുന്നു. സൗമ്യ അവിടെ നിൽക്കുന്നു. രണ്ടുപേർക്കും ചിരി വരുന്നുണ്ടെങ്കിലും പരസ്പരം ഒന്നും മിണ്ടിയില്ല. അച്ഛൻ വന്ന് രവിയെ പരിചയപ്പെട്ടു. ഇതാണല്ലേ രവി, സൗമ്യ എപ്പോഴും പറയാറുണ്ട്, സൗമ്യയുടെ അച്ഛൻ രവിയോട് പറഞ്ഞു. രവി സൗമ്യയുടെ മുഖത്തേക്ക് നോക്കി. സൗമ്യ നോട്ടം താഴോട്ടാക്കി. അതിനുശേഷം അമ്മ കൊണ്ടുവന്ന ചായ ഊതി ഊതി കുടിച്ചു. ഞാൻ പോകട്ടെ, അവന് പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് പൊയ്ക്കോളാൻ വയ്യാത്ത ധൃതിയായിരുന്നു. ഞായറാഴ്ച അമ്മയും അച്ഛനും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് സൗമ്യ പറഞ്ഞു. അവനൊന്നും മിണ്ടിയില്ല. ഞങ്ങളും അങ്ങോട്ട് വരുന്നുണ്ട് ഇടയ്ക്ക്, സൗമ്യയുടെ അമ്മ പറഞ്ഞു. അവൻ അതിനും ഒരു മറുപടി പറഞ്ഞില്ല. എല്ലാം ഒരു ചിരിയിലൊതുക്കി. പയ്യൻ ഇത്തിരി നാണക്കാരനാണെന്ന് തോന്നുന്നു, അമ്മ സൗമ്യയെ നോക്കി രഹസ്യമായി പറഞ്ഞു. സൗമ്യ ചിരിച്ചു. അതിനുശേഷം രവിയെ കാർ വരെ സൗമ്യ അനുഗമിച്ചു. അതിനുശേഷം അവൻ കാറിൽ കയറി പോകുന്നത് നോക്കി അവൾ നിന്നു. രവിയേട്ടനെ എങ്ങനെയും സ്വന്തമാക്കണം, അതായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. പൈസയുടെയോ സമ്പത്തിൻ്റെ ഒന്നുമല്ല, നല്ല സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു മനസ്സിനുടമയാണ് അദ്ദേഹം. തൻ്റെ ആദ്യ ജീവിതത്തിൽ കിട്ടാതെ പോയതും സ്നേഹം തന്നെയാണ്. തൻ്റെ ആദ്യ ജീവിതത്തിലെ ഭർത്താവിന് പൈസ മതിയായിരുന്നു, എന്നാൽ താൻ ആഗ്രഹിച്ചതോ സ്നേഹം. അത് തനിക്ക് കിട്ടിയതുമില്ല. സൗമ്യ ആത്മകഥം പൂണ്ടു. ഇദ്ദേഹത്തിൽ നിന്ന് താൻ നല്ല രീതിയിൽ സ്നേഹം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അടുത്തിടപഴകിയോളം അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് ഉപേക്ഷിച്ച് പോയ ഭാര്യയ്ക്ക് മനസ്സില്ലേ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്രയ്ക്ക് പെണ്ണുങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുകയും സ്നേഹിക്കാനും ആരെയാണെങ്കിലും സ്നേഹിക്കാൻ കഴിവുള്ള നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ്. അല്ലെങ്കിൽ ഭാര്യയുടെ അമ്മയും അച്ഛനെയും സ്വന്തം അമ്മയും അച്ഛനുമായിട്ട് കണക്കാക്കി വീട്ടിൽ കൊണ്ട് നിർത്തുമോ, അവൾ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം അവൾ അകത്തേക്ക് കയറിപ്പോയി. രവി വീട്ടിലെത്തിയതും താമസിച്ചു. അമ്മയുടെ 2-3 മിസ് കോൾ കിടക്കുന്നു. രവി കാറിൽ ചെന്നിറങ്ങിയതും അമ്മ സിറ്റ് ഔട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. മോനെ, എന്താ താമസിച്ച്? ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലല്ലോ. അത് അവൻ കാര്യം പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ചു. പിന്നെ വിചാരിച്ച് പറയാം. അമ്മയോട് താൻ ഇതുവരെയും രഹസ്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അത് സൗമ്യ ഡ്രോപ്പ് ചെയ്യാൻ പോകണമായിരുന്നു അമ്മേ, ഇറങ്ങിയപ്പോൾ ലേറ്റായി. കൊച്ചു കള്ള, എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. അത് ഫോൺ എടുക്കാൻ പറ്റിയില്ല, അവൻ പറഞ്ഞു. മോൻ അകത്തേക്ക് വാ. എന്തോ ആയി? അവർ വീട്ടുകാർ വല്ലതും പറഞ്ഞോ? ഞായറാഴ്ച അമ്മയും അച്ഛനും അങ്ങോട്ട് ചെല്ലുന്നെന്ന് അവർ പറഞ്ഞു. എന്നോടിതൊന്നും പറഞ്ഞില്ലല്ലോ അമ്മ, അവൻ പറഞ്ഞു. ഞാൻ നിന്നോട് പറഞ്ഞതോ? സീരിയസ് ആയിട്ടായിരുന്നു അമ്മ ഇതൊക്കെ പറഞ്ഞത്, പിന്നെ അല്ലാതെ ഇതൊക്കെയാണോ തമാശ പറയുന്നത്, അമ്മ പറഞ്ഞു. അങ്ങനെ അമ്മ വേഗം ചായ എടുക്കാനായി പോയതും രവി പറഞ്ഞു, വേണ്ട അമ്മേ, സൗമ്യയുടെ വീട്ടിൽ നിന്ന് സൗമ്യയുടെ അമ്മ ചായ തന്നു. ഓഹോ, സൗമ്യയുടെ വീട്ടിൽ നിന്ന് സൗമ്യയുടെ അമ്മ ചായയൊക്കെ തന്നു. അമ്മായിയമ്മ അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലോ, രമ്യയുടെ അമ്മ പറഞ്ഞു. ഓഹ്, ഒന്ന് പോവമ്മേ, എനിക്ക് എൻ്റെ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ഏതമ്മയും, അവൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മയോട് പറഞ്ഞു. അതിനുശേഷം ഫ്രഷ് ആവാനായി അവൻ അകത്തേക്ക് പോയി. അമ്മ കുറച്ചു നേരം ആലോചിച്ച് നിന്നു. താൻ ഒരിക്കലും നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിച്ച തൻ്റെ മരുമകൻ ഇപ്പോൾ വേറൊരു പെണ്ണിന് സ്വന്തമാവാൻ പോന്നു. അതിൽ കുറച്ച് വേദനയൊക്കെ ഉണ്ടെങ്കിലും അവനൊരു ജീവിതം വേണമല്ലോ. നീ ആർക്ക് വേണ്ടിയിട്ടും കാത്തു നിൽക്കാനില്ല. അവൾ അവളുടെ വഴിക്ക് പോയി. അവൾ എവിടാണെന്ന് പോലും താങ്കൾക്കറിയില്ല, തിരക്കാനും പോയിട്ടില്ല, നീ ജന്മം കാണുകയും വേണ്ട. പക്ഷേ എന്തോ ഒരു നഷ്ടബോധം അവരെ മനസ്സിനെ അലട്ടുന്നുണ്ടായിരുന്നു. മോൻ ട്യൂഷൻ കഴിഞ്ഞ് വരാൻ സമയമായി. പെട്ടെന്ന് തന്നെ അമ്മയുടെ ചിന്തകളിൽ നിന്ന് അമ്മ ഉണർന്നു. അങ്ങനെ അമ്മ ഗേറ്റിൻ്റെ അടുത്ത് ചെന്ന് നിന്നു. കുറച്ചപ്പുറത്ത് തന്നെയാണ് ട്യൂഷൻ വീട്. മോൻ കറങ്ങി തിരിഞ്ഞ് വരുന്നത് കണ്ട അമ്മ ഇങ്ങനെ ചിരിച്ചു. അമ്മയുടെ അതേ ചായയാണ് മോന്. അവളെ കാണുന്ന കണക്ക് ഇരിക്കുകയാണ്. എന്ത് ചെയ്യാനാ, സ്വന്തം അമ്മയുടെ സ്നേഹവും വാത്സല്യവും ലാളനയും കിട്ടാൻ ഭാഗ്യമില്ലാതെ പോയല്ലോ തൻ്റെ കുഞ്ഞിന്. അതിനെല്ലാത്തിനും ഉപരിയായിട്ട് രവി കൊടുക്കുന്നുണ്ട്, പിന്നെ താങ്കൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അമ്മ സ്വയം ആശ്വസിച്ചു. അങ്ങനെ മോനെ കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. മക്കൾ പോയി മേല് കഴുകിയിട്ട് വാ, അമ്മമ്മ മക്കൾക്ക് സ്നാക്സും ചായയും എടുത്തു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഫ്രഷ് ആവാനായി പോയി. അപ്പോഴേക്കും രവി ഫ്രഷായിട്ട് വന്നു. അവൻ കുറച്ചു നേരം ടി വിയുടെ മുമ്പിലിരുന്നു. സൗമ്യയുടെ മെസ്സേജ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അവൻ മൈൻഡ് ചെയ്തില്ല. എപ്പോഴും അങ്ങ് പെട്ടെന്ന് ചാടിയെടുത്ത് മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നത് അത്ര നല്ലതല്ലല്ലോ, അവൻ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ കുറച്ചു നേരം ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോൾ മോൻ ഫ്രഷായി വന്നു. അവനെ അപ്പോഴേക്കും അമ്മമ്മ ചായ കൊണ്ടുവന്നു.
അവൻ ചായ ഊതി കുടിച്ചുകൊണ്ടിരുന്നു. ചായയെല്ലാം കുടിച്ചു കഴിഞ്ഞിട്ട് അവൻ അച്ഛൻ്റെ മടിയിലേക്ക് കിടന്നു. രവി അവൻ്റെ തലമുടിയിൽ മസാജ് ചെയ്തു. ഇന്ന് എന്തൊക്കെ പഠിപ്പിച്ചു സ്കൂളിൽ? അങ്ങനെ സ്കൂളിലെയും ട്യൂഷൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ തിരക്കി. അങ്ങനെ ഇരിക്കെ മോൻ പ്രതീക്ഷിക്കാതെ ഒരു ചോദ്യം രവിയോട് ചോദിച്ചു. അച്ഛാ, പുതിയ അമ്മ വരുന്നുണ്ടോ? അവൻ്റെ കണ്ണുകളിൽ ആശ്ചര്യവും അതിശയവും തോന്നി. ഇവനോട് ഇതൊക്കെ ആരാ പറഞ്ഞു കൊടുത്തതെന്ന്. രവി പെട്ടെന്ന് തന്നെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അമ്മയാണോ ഇവനോട് ഇതൊക്കെ പറഞ്ഞു കൊടുത്തത്? ഞാനൊന്നും പറഞ്ഞില്ല, ഇവിടെ പറയുന്നത് അവൻ കേട്ടതായിരിക്കും. അമ്മ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു. ആന്നോ അച്ഛാ, പറയച്ചാ, പുതിയ അമ്മ വരുന്നുണ്ടോ? മോൻ എന്തൊക്കെ പറയാൻ കിടക്കുന്നു? പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ? മക്കൾ പോയി പഠിക്കുക, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് രവി ഒഴിഞ്ഞു മാറി. അങ്ങനെ രവിയും വീട്ടുകാരും സൗമ്യയുടെ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളിലായി. ഞായറാഴ്ചയാണ് സൗമ്യയുടെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരെ ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.